നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. പിന്നെ എന്റെ സമയം അത് ഞാൻ തീരുമാനിക്കുന്നതാണ്. എന്റെ കീഴുദ്യോഗസ്ഥന് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. പറ്റരുത്. പക്ഷെ എങ്ങനെയൊക്കെ കൂട്ടിയാലും കിഴിച്ചാലും ബാക്കി വരുന്ന ശിഷ്ടഭാഗം ഉണ്ടാവില്ല ബോസേ. മനസ്സിലായ ഒന്നും ഞാൻ ബാക്കി വച്ചേക്കില്ല. എന്താടാ പോലീസുകാരെ നീ വെല്ലുവിളിക്കാണോ? എന്നും നിന്റെ അവസാനമാ. അവസാനോ? എടോ, അത് എനിക്കും ആവാം, തനിക്കും ആവാം. അതാണ് നാട്ടു നടപ്പ്. ഇന്ന് നിന്റെ നാവ് വലിച്ചാൽ പുറത്തുവിടുക പൊന്നം. മിസ്റ്റർ ACP, മേഡം, 25 വർഷം മുമ്പ് ആറുകോൺ പോലീസ് സ്റ്റേഷനിൽ നടന്ന ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ ഹൈക്കോടതി മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചുകൊണ്ട് ഒരു സർക്കുലർ പുറത്തുവിട്ടിരുന്നു. ലോക്കപ്പ് മർദ്ദനത്തിന്റെ പേരിൽ ഇനി ഒരു ജീവൻ പോലും പൊലിയരുതെന്ന്. അതിന്റെ പേരിൽ തലതൊട്ടപ്പന്മാരായ പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇന്ന് വീട്ടിലിരിക്കുക, കൊച്ചുമക്കളുടെ ആട്ടും തുപ്പും ഏറ്റുകൊണ്ട്. തൊപ്പിയില്ലാത്ത പോലീസുകാരന് സമൂഹത്തിൽ എന്ത് വിലയാ ഉണ്ടാവുകയെന്ന് ഞാൻ പറയാതെ തന്നെ ACPക്ക് അറിയാലോ. ലോക്കപ്പിൽ മർദ്ദനമുറകൾ കൂടിയപ്പോ പോലീസ് സ്റ്റേഷനുകളിൽ ക്യാമറ സംവിധാനം ഉണ്ടാകണമെന്നും പറഞ്ഞു. ഇവിടെ എത്ര പോലീസ് സ്റ്റേഷനുകളിൽ ആ സംവിധാനം ഉണ്ട്? ഉള്ളതിൽ എത്ര ക്യാമറകൾ ഗുണനിലവാരമുള്ളതാണ്? അടുത്തു നിന്നാലും മുഖം പോലും കാണാത്ത ക്യാമറകളല്ലേ പല സ്റ്റേഷനുകളിലും ഇരിക്കുന്നത്. അതുകൊണ്ട് കയ്യാങ്കളി എടുത്തോ, അതെടുക്കേണ്ടവരെടുത്ത്. വായ്പാട്ടും പാടിക്കോ, പക്ഷെ അതിന്റെ കൂടെ കൈയടിക്കാൻ കൂടി നോക്കിയാ കളക്ടർ ശാലിനി വിഷ്ണുവിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതിനിടവരുത്തരുത്. മേഡം, കൊലക്കുറ്റത്തിന്റെ അറസ്റ്റിലായ പ്രതികളിൽ നിന്നും സത്യങ്ങൾക്ക് പുറത്തു വരാൻ ഒരല്പം കൈക്കറികളൊക്കെ വേണ്ടിവരും. അല്ലാതെ അവർക്ക് മുമ്പിൽ ബൈബിൾ വചനങ്ങളും ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളും ഒന്നും പറഞ്ഞാൽ കേസ് കളിക്കാൻ പറ്റില്ല. അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ പണിയൊന്നും എനിക്ക് അറിയാനും വയ്യ. ബുദ്ധിമുട്ടുന്നതിനാണ് ACP ശമ്പളം വാങ്ങിക്കേണ്ടത്. പിന്നെ അവസാനം പറഞ്ഞില്ലേ പണി അറിയാൻ പാടില്ലെന്ന്. അതിന്റെ ഒരു കുഴപ്പമായി കാണിച്ചു കൂട്ടുന്നതിന്റെ ഒക്കെ പിന്നിലുള്ളത്. ഈ ലോക്കപ്പിൽ കിടക്കുന്ന ആളെ കാണാനും സംസാരിക്കാനും നിങ്ങളുടെ നിയമത്തിൽ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ? സമയചട്ടമുണ്ട്, കൃത്യമായ സമയക്രമം. കൃത്യമായ സമയച്ചട്ടത്തിലാണല്ലോ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനുകളും പ്രവർത്തിക്കുന്നത്. അപ്പൊ പിന്നെ അത് കൃത്യമായി പാലിക്കണം. എങ്കിൽ പിന്നെ ആ വാച്ചിൽ നോക്കിക്കോ. ഞാൻ എന്റെ ഹസ്ബൻഡിനോടൊന്ന് സംസാരിക്കാൻ പോവുക. പിന്നെ എന്റെ സമയം അത് ഞാൻ തീരുമാനിക്കുന്നതാണ്. എന്റെ കീഴുദ്യോഗസ്ഥന് അതിലൊരു അഭിപ്രായവും പറയാൻ പറ്റില്ല. പറ്റരുത്. മേഡം, വിഷ്ണുട്ടാ, കണ്ടിട്ട് സഹിക്കണില്ല. താനല്ലേ പറഞ്ഞേ എല്ലാം സഹിക്കാനുള്ള കരുത്ത് വേണമെന്നൊക്കെ. അപ്പൊ ഞാനും എന്റെ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. തെളിവുകളെല്ലാം നമുക്കെതിരാ വിഷ്ണുട്ടാ. കാർത്തികയെ ഗ്രീൻ റൂമിൽ ചെന്ന് കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തിയതെന്ന് അവർ കാണിക്കുന്ന ആദ്യത്തെ തെളിവ്. കാർത്തികയായിട്ട് അങ്ങനെയൊക്കെ സംസാരിച്ചു എന്നുള്ളത് ശരിയാ. പക്ഷെ മറ്റൊന്നും അവിടെ നടന്നിട്ടില്ല. ബാക്കിയെല്ലാം ഇവന്മാര് മെനഞ്ഞുണ്ടാക്കിയ കഥകളാ.
അവര് മെനഞ്ഞെടുത്ത കഥകൾക്ക് മുൻപ് ഒരാമുഖമുണ്ട്. ആ ആമുഖത്തിലാണ് ഒരു മൂന്നാമന്റെ രംഗപ്രവേശം. വിഷ്ണുവേട്ടനും കാർത്തികയും തമ്മിലുണ്ടായ വാക്തർക്കങ്ങൾ ആ മൂന്നാമനാണ് മൊബൈലിൽ പകർത്തിയിരിക്കുന്നത്. ആ മൂന്നാമൻ തന്നെയാ കാർത്തികയെ കാണാതായിരിക്കുന്നതിന്റെ പിന്നിലെ ശക്തിയും. ആരാണ് അയാൾ? അതാണോ പെണ്ണോ? അതാരാണെന്നറിഞ്ഞാലേ ഈ കേസിന് നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടും. ജാമ്യത്തിനുള്ള കടലാസുകൾ നീക്കാൻ പറ്റും. മേഡം, ജാമ്യം കിട്ടില്ല മേഡം. നോൺ ബെയിലബിൾ വാറണ്ടാ പുറപ്പെടുവിച്ചിരിക്കുന്നത്. വൈ? അതിന്റെ കാരണം? പ്രതിയുടെ ബാക്ക്ഗ്രൗണ്ട് ഗൂണ്ട ആക്ടിൽ പെടുത്താവുന്ന പഴയ 1-2 കേസുകൾ, പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് പണം കൊടുത്ത് തിരിച്ചു വാങ്ങാനായി ചെന്നതിന്റെ പേരിലുണ്ടായ ഇഷ്യൂസ്. അങ്ങനെ കുറേയധികം കാര്യങ്ങൾ വിഷ്ണുവിനെതിരെ ഉണ്ട്. പുറത്തുവിട്ടാൽ ഈ സാക്ഷികൾക്കെതിരെ വധശ്രമം വരെ നടത്താനുള്ള കഴിവും പ്രതിക്കുണ്ടെന്ന് മുൻകാല ചരിത്രം തെളിയിക്കുന്നതാണല്ലോ. ആരാണ് പരാതിക്കാർ? പബ്ലിക്കാണ് മേഡം. അപ്പൊ കരുതിക്കൂട്ടിയുള്ള പടപ്പുറപ്പാടാണ് അല്ലേ? മുയലിനോട് എതിരുന്ന പോലെ സിംഹത്തോട് ഏറ്റുമുട്ടാൻ പറ്റില്ലല്ലോ മേഡം. അതിന് സിംഹത്തെ തറപറ്റിക്കാനുള്ള തന്ത്രങ്ങളല്ലേ വേണ്ടത്. മേഡം ശ്രമിച്ചോ, പക്ഷെ കാര്യമില്ല. അത് തന്നെ എന്റെ കാര്യം. ഇതിന് പിന്നിൽ വലിയൊരു ചതിയും നല്ലൊരു വക്രബുദ്ധിയുള്ള ബ്രെയിനും വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലായി. അതാരാണെന്നും എന്താണെന്നും ഈ ശാലിനി വിഷ്ണു കണ്ടുപിടിച്ചിരിക്കും. വിഷ്ണുവേട്ടാ, ധൈര്യമായിട്ടിരിക്കെ. വിഷ്ണുവേട്ടൻ അധിക ദിവസം ഇവിടെ കിടക്കേണ്ടി വരില്ല. ഒരുങ്ങി ഇറങ്ങുക ഈ ശാലിനി. അറിയാവുന്ന തന്ത്രങ്ങളൊക്കെ പയറ്റാൻ തയ്യാറാക്കി വെച്ചോ. ഇല്ലെങ്കിൽ പശ്ചാത്തപിക്കേണ്ടി വരും, ഒരിക്കലും മറക്കാത്ത വിധം. യെസ് മേഡം. തിളച്ചാണല്ലോടാ കളക്ടർ മേഡം പോകുന്നത്. നിന്നെ ഇറക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തില് ആ തിളപ്പങ്ങ് മാറിക്കോളും. എന്നാലേ അത് അടങ്ങൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.